ഫ്രാൻസിലെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. രാജകീയ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ലഭിച്ചത്. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പണികളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ, അദ്ദേഹവുമായി ഔദ്യോഗികമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ നീക്കം അമേരിക്കയിൽ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തുളസി ഗബ്ബാർഡിനെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടിരിക്കുകയാണ്. തുളസി ഗബ്ബാർഡിന്റെ DNA മേധാവിയായിട്ടുള്ള ചുമതലയ്ക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ കണ്ടിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി മിനിറ്റുകൾക്ക് ശേഷവും അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ ഫീമെയിൽ ഹിന്ദു അമേരിക്കൻ ലോ മേക്കറും പുതുതായി രൂപീകരിച്ച രഹസ്യാന്വേഷണ സംഘത്തിലെ മേധാവിയുമാണ് ഈ തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയുമായി അവർക്ക് അഗാധമായിട്ടുള്ള ബന്ധം പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്. അവിടെ ചർച്ചയായത്, സൂചനകൾ പുറത്തു വരുന്നത് പ്രകാരം ഖലിസ്ഥാൻ ഭീകരവാദവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യവുമാണ് അവിടെ ചർച്ചയായത് എന്നാണ് മനസ്സിലാകുന്നത്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിന്ദു, ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാനമായിട്ടുള്ള പദവി ഒരു ഹിന്ദു ആയിട്ടുള്ള വനിതയ്ക്ക് തന്നെ നൽകിയത് എന്ന് തുളസി ഗബ്ബാർഡ് ആ സമയം ഈ പോസ്റ്റിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. US പ്രസിഡന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ബ്ലെയർ ഹൗസിൽ വെച്ചാണ് തന്റെ പഴയ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായിട്ടുള്ള തുളസി ഗബ്ബാർഡിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടെത്തിയത്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അതിന്റെ ചുമതലയേറ്റ ശേഷം ഗബ്ബാർഡിനെ ഏൽപ്പിച്ച് US സെനറ്റ് അത് സ്ഥിരീകരിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് മോദിയുമായി ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചാരമേധാവി തന്നെയാണ് ഈ തുളസി ഗബ്ബാർഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചാരമേധാവികളായിട്ടുള്ള ആൾക്കാർ ലോക നേതാക്കളെ പരസ്യമായി കാണുന്നത് അത്ര സുപരിചിതമല്ല ലോകത്തിന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ ചുമതലയേറ്റതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുളസി ഗബ്ബാർഡിനെ ആശംസ അറിയിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. DNA ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഇത് എന്ന് പറയുന്നത് ചെറിയ ഒരു പോസ്റ്റ് അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. CIA, നാഷണൽ സെക്യൂരിറ്റി ഓഫ് അമേരിക്ക എന്നിവയുൾപ്പെടെ 18 ഇന്റലിജൻസ് ഏജൻസികളുടെ മേൽനോട്ടമുള്ള ക്യാബിനറ്റ് ലെവൽ ഉദ്യോഗസ്ഥയാണ് ഈ തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. ഈ ഗബ്ബാർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, US പ്രസിഡന്റിന്റെയും NSCയുടെയും പ്രധാന ഉപദേഷ്ടാവായിട്ടാണ് ഈ DNA പ്രവർത്തിക്കുന്നത്. DNA ഓഫീസ് പ്രസിഡന്റിന്റെ ഡെയിലി ബ്രീഫ്, ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണങ്ങളുടെ അല്ലെങ്കിൽ രഹസ്യ വിവരങ്ങളുടെ ഒരു രഹസ്യ രേഖയാണ്. ഈ പ്രസിഡന്റിന്റെ ഡെയിലി ബ്രീഫ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് രാവിലെ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ DNA-യുടെ ഈ രഹസ്യാന്വേഷണ രേഖകളാണ്. അതായത് ലോകമെമ്പാടും എന്ത് നടന്നു, അതിൽ നിന്ന് അമേരിക്കയ്ക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതിന്റെ ആ ഒരു ഡെയിലി ബ്രീഫാണ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് വായിക്കുന്നത്. അത് തയ്യാറാക്കുന്നത് തന്നെ തുളസി ഗബ്ബാർഡാണ്. പ്രസിഡന്റ് ഡ്യൂട്ടിക്ക് കയറിയാൽ ആദ്യം വായിക്കുന്നത് രേഖയാണ്. വിദേശ ഏജൻസികളുമായി രഹസ്യാന്വേഷണ രേഖകൾ പങ്കുവയ്ക്കാനുള്ള ഒരു പ്രൊവിഷനും ഇന്ത്യയുമായി ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. അതായത് ഈ ഡെയിലി ബ്രീഫിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ലോകമെമ്പാടും നടക്കുന്ന ഈ രഹസ്യാന്വേഷണ, അമേരിക്കയ്ക്ക് മനസ്സിലായ രഹസ്യാന്വേഷണ ഇന്റലിജൻസ് രേഖകൾ വിദേശ ഏജൻസികൾ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏജൻസികളുമായി ഇവർ കൈമാറും എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിപ്പോൾ തുടങ്ങിയതല്ല. 2002 ശേഷമാണ് ഇത് തുടങ്ങിയത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനിയാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. 2014 തന്നെ നരേന്ദ്രമോദിക്ക് തുളസി ഗബ്ബാർഡ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം 2014 അവരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് കുട്ടിക്കാലം മുതൽ തന്നെ താൻ വായിച്ചിരുന്ന ഭഗവത്ഗീതയുടെ ഒരു സ്വകാര്യ പതിപ്പാണ് മോദിക്ക് ഗബ്ബാർഡ് അന്ന് സമ്മാനമായി നൽകിയത്. അതിനുശേഷവും തുളസി ഗബ്ബാർഡുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഷ്മളമായിട്ടുള്ള ബന്ധം തുടർന്നു. അവരുടെ വിവാഹത്തിന് ഗണേശ പ്രതിമയും പശ്മിന ഷോളുമാണ് RSS നേതാവ് റാം മാധവ് വഴി നരേന്ദ്രമോദി അവർക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ സൈബർ സുരക്ഷയും ഇന്ത്യ അമേരിക്ക പല കാര്യങ്ങളുള്ള സഹകരണങ്ങളും ബംഗ്ലാദേശ് ഖലിസ്ഥാൻ വാദങ്ങളും എല്ലാം തന്നെ അവിടെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.